വൈക്കത്തപ്പൻ, ഏറ്റുമാനൂരപ്പൻ, കടുത്തുരുത്തി ശ്രീ മഹാദേവൻ. അതെ, കോട്ടയം ജില്ലയുടെ പ്രത്യേകതയാണ്. ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഈ 3 ക്ഷേത്രങ്ങൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ 3 ശിവക്ഷേത്രങ്ങളും ഒരേ സമയം പ്രതിഷ്ഠിച്ചവനാണ് ഖരമഹർഷി. അദ്ദേഹം ജന്മം കൊണ്ട് അസുരനായിരുന്നു. പക്ഷെ സാധനയിലൂടെ, തപസ്സിലൂടെ അദ്ദേഹത്തിന് മഹർഷി പദം കൈവന്നു. അങ്ങനെ ഖരമഹർഷിയോട് മഹാദേവൻ കൽപ്പിക്കുന്നതാണ് 3 ശിവലിംഗങ്ങൾ ഒരേ സമയം പ്രതിഷ്ഠിക്കുക എന്ന്. എങ്ങനെ 3 എണ്ണം? ഒന്ന് വലത്തെ കൈ വയ്ക്കാം, വേറൊന്ന് ഇടത്തെ കൈ വയ്ക്കാം. 2 ആയിരുന്നു. 3ാമത്തെ എന്ത് ചെയ്യും? ഞാനും ഈ കഥ കേട്ടപ്പോഴത് ആലോചിച്ചു. വലതു പോയി ഇടതു പോയി, 3ാമത് എന്ത് ചെയ്യും? കഴുത്തിലിട്ടു. ഇനി കഴുത്തിലിട്ടത് വരെ ഓക്കെ, ഇത് പ്രതിഷ്ഠിക്കണമല്ലോ. അതെന്ത് ചെയ്യും? വലത്ത് കൈ കൊണ്ട് വൈക്കത്തപ്പനെയും ഇടത് കൈ കൊണ്ട് ഏറ്റുമാനൂരപ്പനെയും ഇത് കടിച്ച് പ്രതിഷ്ഠിച്ചു. കടിച്ച് ഇരുത്തി, കടുത്തുരുത്തി. അങ്ങനെയാണ്. അങ്ങനെ എത്ര കഥകളല്ലേ. എന്തായാലും ഇതിൽ വൈക്കത്തപ്പൻ അന്നദാന പ്രഭുവാണ്. നമുക്കറിയാം, ഗൃഹസ്ഥനാണ്. വാരിക്കോര് നമുക്കിങ്ങനെ തരുന്ന ആളാണ് അല്ലേ. വൈക്കത്ത് ഇന്നും നമുക്കറിയാം, ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് അത്താഴ ഭക്ഷണിക്കാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു ചടങ്ങ് ഇപ്പോഴും മുടങ്ങാതെ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ വൈക്കത്ത് അമ്പലത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, പടിഞ്ഞാറേ വാതില് പെർമനന്റ്ലി അടച്ചിട്ടേക്കാം. അപ്പോൾ ഞാനൊരിക്കൽ അമ്പലത്തിൽ പോയപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അച്ഛനെ എനിക്കത് പറഞ്ഞത്. ഇത് പെർമനന്റ്ലി അടയ്ക്കാൻ ഒരു കാരണമുണ്ട്. അതായത് ഈ ഊരാളന്മാർ തമ്മിൽ വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിലൊരു ബ്രാഹ്മണന് പക മൂത്തിട്ട് വന്ന് എന്താ ചെയ്തെന്ന് അറിയാം. പടിഞ്ഞാറേ വാതിൽ വഴി വന്നിട്ട് ഭഗവാനുള്ള നേദ്യത്തിൽ കാപ്പിച്ച് തുപ്പി. എന്നിട്ടോ പിന്നെ അവിടെ നിൽക്കാൻ പറ്റും. ഓടി പടിഞ്ഞാറേ വാതിലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും സർപ്പം കടിച്ചു. എന്നിട്ടും ഓടി ഗോപുരവാതിൽ, പടിഞ്ഞാറേ ഗോപുരം കടക്കുന്നതിന് മുമ്പ് വീണ്ടും മരിച്ചു. അപ്പോൾ ഉള്ളിൽ നിന്നും ഒരു അശരീരി കേട്ടു, പടിഞ്ഞാറേ വാതിൽ ഇനി തുറക്കണ്ട. അങ്ങനെ പെർമനന്റ്ലി അത് അടച്ചു. ഇന്നും അങ്ങനെയാണ്. അപ്പോൾ ഈ മഹാദേവനെ പറ്റി പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് പാപനാശൻ ശിവൻ എഴുതിയ മോഹനരാഗത്തിലുള്ള കാപാലി എന്ന കീർത്തനമാണ്. പ്രത്യക്ഷത്തിൽ ഭഗവാനെ യഥാ മുന്നിൽ കണ്ടുകൊണ്ടാണ് എഴുതിയിരിക്കുന്ന ഈ കൃതി. അപ്പോൾ ഭഗവാനെ മുന്നിൽ കണ്ടാൽ നമുക്കൊക്കെ കൈയും കാലും അനുഭവമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ബോധം പോകും. ആ ഞൊടിയിൽ തന്നെ നമ്മുടെ ബോധം പോകും. അദ്ദേഹം അവരൊക്കെ മഹാദേവന്റെ അംശങ്ങളാണ്. അത് തമ്മിൽ വ്യത്യാസമില്ല, 2 മഹാദേവൻ തന്നെ. അതുകൊണ്ടാണ് ആ കണ്ടുകൊണ്ടപ്പോൾ എഴുതാൻ പറ്റുന്നത്. നമ്മുടെ ആണെങ്കിൽ അപ്പോഴേ പോകും. എന്തായാലും ആ കൃതി ഒത്തിരി മനോഹരമാണ്. നമുക്ക് പ്രത്യേകം ഭഗവാനെ വർണ്ണിച്ചിരിക്കുകയാണ്.